ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിക് ചിൻസ്. ഇറ്റ്സ് മീ ചിൻസ്. അപ്പോൾ നമ്മുടെ ഷാർജയിലേക്കുള്ള വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ കാണുന്നതിനകത്തൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കാണണേ. ഇതേ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. എൻ്റെ നടുക്ക് സീറ്റ് തക്കുടും ചെയ്യണേ. തക്കുടും സീറ്റിൽ ഇരുന്നിട്ടില്ല, ആക്കട മടിയിൽ തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് പിന്നെ നമ്മളിപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്ന സീനുണ്ടല്ലോ. നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചിയാണ് കേട്ടോ. ഫ്ലൈറ്റ് എടുത്തൊരു 1.5 hour കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സാൻഡ്വിച്ചും പിന്നെ ഒരു കേക്കും മിനറൽ വാട്ടറും തന്നിട്ടുണ്ടായിരുന്നേ. കേക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, പക്ഷേ സാൻഡ്വിച്ച് കാശിനും കൊള്ളത്തില്ല. ഈ വ്യൂ കണ്ട ടൈം ഞാൻ ഓർക്കണില്ല. എനിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോഴത്തേന് ഡാർക്കായിട്ട് തോന്നുമെങ്കിൽ നമ്മൾ ഈ ഗ്ലാസ് പൊക്കൂലേ, അപ്പോഴത്തേക്കും നമുക്ക് ഈ ലൈറ്റ് ശരിക്കും നമ്മൾ കണ്ണിലോട്ട് അടിച്ച് കയറുന്ന ഒരു വെട്ടമായിരുന്നു കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് മരുഭൂമിയാണ് ഫുള്ള്. ഞാൻ ആദ്യം വിചാരിച്ച് ഫുൾ കെട്ടിടങ്ങളായിരിക്കും എന്ന്. നമ്മൾ ദുബായിലോട്ടല്ലോ ഷാർജയിലോട്ടല്ലേ പോണേ. സോ ഇവിടെ ഫുൾ മണലാരണ്യമാണ്, ഫുൾ വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, നമ്മൾ അവിടെ ചെന്ന് ഫുള്ള് നോക്കി. ഇടയ്ക്കൊക്കെ പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ അതിരുകളായിട്ടൊക്കെ ചോദിച്ചാൽ കെട്ടിടങ്ങൾ കാണാം, റോഡ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ തക്കുടുവാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നേ. ആ ഫ്ലൈറ്റ് എടുത്തപ്പോൾ തൊട്ട് അവിടെ ഇറങ്ങണ വരെ ആൾ ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് അവസാനം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ കുറിച്ച് ഭയങ്കര ബഹളമായിരുന്നു. ശിവനാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പം അവിടെ എത്തി. ഇനി ലാൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു കടലിൻ്റെ അവിടെ ചെന്നിട്ട് അവരിങ്ങനെ വളഞ്ഞ് ചെന്ന് തിരിഞ്ഞു പോവാണ്. ഇപ്പം ചെന്നിട്ടാണ് ലാൻഡ് ചെയ്യണത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബസ്സിലോട്ടാണ് കേട്ടോ കയറിയത്. 2 ബസ്സിലുള്ള ആളുണ്ടായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ബാഗൊക്കെ എടുക്കാൻ വേണ്ടി വന്നു. ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. നമ്മുടെ എല്ലാ ബാഗും വന്നിട്ടുണ്ട്. പക്ഷേ പൊന്നാരനെ എടുക്കട്ടെ, എടുക്കട്ടെ, ഒന്ന് ചിരിച്ചേ ഒന്ന്. നമ്മുടെ കയ്യിൽ ടോട്ടൽ 6 ലഗേജായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ബാക്കി കയ്യിൽ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ളായിരുന്നു. അതിനകത്ത് ഒരു ബാഗ് മിസ്സിങ് ആണ് ലഗേജിൻ്റെ അകത്തുള്ള. അപ്പം അതിൻ്റെ അകത്ത് തക്കുടിൻ്റെ മരുന്നൊക്കെ ഉള്ളത് അതിൻ്റെ അകത്തായിരുന്നു. ആ ബാഗ് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ ഞാനും തപ്പാണ്, അക്ക തപ്പാണ്, എല്ലാവരും ഫുൾ തപ്പാണ്. അവസാനം അവിടുത്തെ ആൾക്കാരൊക്കെ സെക്യൂരിറ്റീസൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഫുള്ള് എല്ലാം ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് അവസാനം ഓക്കെ, എൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എയർപോർട്ടിൽ വന്നേ അപ്പോഴത്തേക്കും എല്ലാ ബാഗേജും കിട്ടി. പക്ഷേ നമ്മുടെ ഒരു ബാഗേജ് മാത്രം മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ അച്ചുവക്കയുടെ ബാഗാണ് പോയേക്കുന്നത്. എൻ്റെ അകത്താണ് തക്കുടിൻ്റെ മരുന്ന്, പിന്നെ നമ്മൾ ഫുഡ് എന്തൊക്കെയോ വിളിക്കണം. ഇവിടെ ഇരിക്കാൻ വെയിറ്റ് ചെയ്യാൻ. അപ്പോഴത്തേക്ക് അക്കയുടെ ഒരു ബാഗ് പോയി, അത് കാണുന്നില്ല. ബാക്കി എല്ലാ ബാഗും കിട്ടി, അത് മാത്രം മിസ്സിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളോട് നിൽക്കുക. ഒച്ചക്കോടെ ഷോകടിച്ച് മുഖമടിച്ച്. കാരണം നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ പുറത്തുണ്ടോയെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ പറഞ്ഞ ടൈമിലും കുറേ താമസിച്ചാണ് ഇവിടെ വന്നേക്കുന്നത്. ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒച്ചക്ക ഭയങ്കര ഇതാണ്. തക്കുടിന് വയ്യാണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു.
പക്ഷെ ഇപ്പം അത് കുഴപ്പമില്ല, സൈലൻ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ആ കം, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ those baggage? എൻ്റെ ബാഗ് പോയി ഗൈസ്, ആരും അടിച്ചു മാറ്റിയിട്ടുള്ളത്. സത്യം പറ, താൻ അതിനകത്ത് എന്ത് കടത്തിക്കൊണ്ടാണ് വന്നത്? അറബി നാട്ടിലും കള്ളന്മാരുണ്ട് എനിക്ക് മനസ്സിലായിട്ടാ. പക്ഷേ ഉണ്ടല്ല, അന്ന് ഷാർജ ഇറങ്ങിയിട്ടുണ്ടല്ലോ, മൊത്തം മലയാളികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓഫീസർമാരെല്ലാം മലയാളികൾ. എന്നിട്ട് ആ ചേട്ടൻ, അതിലൊരു ചേട്ടൻ നല്ലവനായ ഉണ്ണി, പിന്നെ ഒരു ചേട്ടനെ പറഞ്ഞിട്ട് പോയി, പിന്നെ ബെൽറ്റിൻ്റെ അടുത്ത് തങ്ങി കിടപ്പുണ്ടോ നോക്കിയിട്ട് വാ, നിർബന്ധം. അപ്പോൾ അയാൾ പോകലെന്ന് പറയുമ്പോൾ പോയി നോക്കുന്നു പറയും, വീട്ടിലേക്ക് ചൂടായി. നമ്മുടെ തക്കുടും ബഹളാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാഗ് കിട്ടുമോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാവേ. കിട്ടിയില്ലെങ്കിൽ തക്കുടിന് തുണിയുമില്ല, തക്കുടിന് മരുന്നുമില്ല. മാത്രമല്ല പിന്നെ നിനക്കൊന്നും കഴിക്കാൻ നമ്മുടെ പാത്രമൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ട്. അതല്ല, അത് വെച്ചുണ്ടാക്കുന്ന. അതില്ല, പട്ടിണിയാണ് കേസ്. നമ്മുടെ കിടക്കയിൽ കുഞ്ഞുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെക്കിങ് കഴിഞ്ഞിറങ്ങണ നമ്മളായിരുന്നേ. അന്നേരം ഇവിടെ നല്ല ആളായിരുന്നു. ഇപ്പം നോക്കി കേട്ട് ലാസ്റ്റ് ഇറങ്ങണ നമ്മളായതുകൊണ്ട് ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ഇടയ്ക്കൊക്കെ 5-6 പേരൊക്കെ വന്നു പോകും, വേറെ ആരുമില്ല. ഇപ്പം നമ്മൾ ജോൺ ചേർന്നിട്ടാണ്. അയ്യോ, ഇപ്പഴാണ് കണ്ടത്. നമ്മളിവിടെ നേരെ പോയത് ഫ്ലാറ്റിലോട്ടാണ്. പോണ വഴിക്ക് ഇവിടുത്തെ എയർപോർട്ടിലേക്ക് വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പോലെ നല്ല നല്ല രസമുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിയതിനൊക്കെ പുറത്ത് നോക്കിയാലും കൊള്ളാം, ചിലയിടത്തൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയൊരു പച്ചപ്പ് ഹൈദരാബാദിൽ നിന്ന് ഒരു വരണ്ട വെള്ളോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് ഒന്നായാലും ഉണ്ടാകും. പിന്നെ അച്ഛക്ക് ഇപ്പോൾ പറയണത് നമ്മുടെ ബാഗ് കിട്ടിയെന്നാണ്. അവരെ മറ്റേ അതൊരു ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് അത് കുടുങ്ങി കിടന്നു. അതിലെല്ലാം രണ്ടാമത് ഒന്നുകൂടെ നോക്കുമ്പോഴേക്കും ബാഗ് കിട്ടി. നമ്മൾ പോണ വഴിക്കുള്ള വ്യൂ ആണ്. ഓക്കെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. കൂടുതൽ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഇപ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.